നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രസദേട്ട, ബിജുകട്ടൻ ചേട്ടാ, സ്വാഗതം. ഇന്ന് ചിരിക്കാൻ എല്ലാരും റെഡിയല്ലേ? വിളിച്ചോ. അഭിലാഷ് ചേട്ടൻ, രാജ്മോഹൻ ചേട്ടൻ ആൻഡ് വിഷ ചേട്ടൻ. വേറെ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. അയ്യോ 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 ഇതാരൊക്കെയാണ് ഇരിക്കുന്നത്? ഇന്ന് എന്റെ പെരയുടെ പാലുകാച്ചായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഒരു പെര വെക്കണമെന്ന്. അങ്ങനെ ഞാനും വെച്ച് ഒരു പെര. ഏതൊരാണിന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ 100 അല്ല 150% ഉറപ്പാണ്. ഇങ്ങനൊരു പെര എനിക്ക് വെക്കാൻ പറ്റിയ എൻ്റെ അധ്വാനം കൊണ്ട് മാത്രമല്ല, എൻ്റെ മുത്തുമണി എൻ്റെ ഭാര്യയാണ്. ഞാൻ അവളെ മുത്തുമണിന്ന് കെട്ടിക്കൊണ്ട് വന്ന അന്ന് തൊട്ട് ഈ നിമിഷം വരെ വിളിച്ചിട്ടുള്ളു. അയ്യോ. പിന്നെ വിജിക്കുട്ടൻ ചേട്ടാ, പ്രചോദേട്ടാ, നസീറിക്ക, എന്നെ പോലൊരു സാധാരണക്കാരന്റെ പാലുകാച്ചലിന് നിങ്ങളെപ്പോലുള്ള വലിയ സിനിമാടന്മാരൊക്കെ വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഊണൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല, ഇവിടുന്ന് കഴിക്കാൻ നേരി കഴിച്ചില്ലേ? ഇല്ല. നിങ്ങളൊക്കെ ഊണ് കഴിച്ചായിരുന്നോ? കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സദ്യ? എന്നോട് അങ്ങനല്ലേ പറയത്തുള്ളൂ, മാറിയിരുന്ന് കുറ്റം പറയാനാ. പിന്നെ എൻ്റെ അമ്മായിയച്ഛൻ, അയ്യോ, ഇങ്ങനൊക്കെ അമ്മായിയച്ഛന്മാരെ കിട്ടുവോ? എൻ്റെ അച്ഛനാ എന്ത് കാര്യത്തിനും സ്പോട്ടിലുണ്ടാവും ആള്. അതാണ് എൻ്റെ അമ്മായിയച്ഛൻ. മോനെ വീണു. എൻ്റെ ഭഗവാനെ, അമ്മായിയച്ഛൻ മോണെ പഠിച്ച് അവിടെ വീണെന്നാണ് പറയുന്നത്. മോനെ വേണു. അല്ലല്ല, വേണു എന്ന് എൻ്റെ പേര് വിളിച്ചാണ്, തെറ്റിപ്പോയതാ. പുള്ളിക്ക് ടൺ സ്ലിപ്പ് ഉണ്ട്. മക്കളെ കുഞ്ഞ, നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോടാ? ഞാൻ എവിടൊക്കെ തിരക്കുന്നറിയോ? എടാ മക്കളെ, ഈ കാണുമ്പോ കാലേ തൊട്ട് തൊഴുവൊന്നും വേണ്ട. അച്ഛൻ എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക്. അങ്ങനല്ല, അച്ഛനെ കാണുമ്പോ എനിക്ക് അനുഗ്രഹം മേടിച്ചില്ലേ എന്തോ ഒരു കുറവ് പോലെ. എന്റെ കുഞ്ഞിന്റെ ഒരു കാര്യം കണ്ടോ? അവന്റെ സ്നേഹം കണ്ടോ എന്നോട്? ശരിക്കും പറഞ്ഞാൽ ഇവൻ എന്റെ കരിമീനല്ല, മരുമോനല്ല, എന്റെ മോന. അങ്ങനെ ഞാൻ ഇവനെ കാണുന്നത്, അറിയാമോ? ഇവനെ എന്റെ മരുമോനായി കിട്ടുമ്പോ ഞാൻ ഇവനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവൻ ഇത്രയ്ക്ക് ഒരു അധ്വാനിയാന്ന് ഞാൻ അറിഞ്ഞില്ലത്. കണ്ടോ? ഇവന്റെ സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കിയതായി വീട്. നല്ലതല്ലയോ? നല്ലൊരു വീടില്ലയോ? പിന്നെ ഞാൻ പറഞ്ഞ പന്തലുകാരുടെ കാശ് കൊടുത്തായിരുന്നോ? പന്തലുകാരുടെ പൈസയൊക്കെ ഞാൻ ഇന്നലെ കൊടുത്താണ്. അച്ഛനവന്മാര് പൈസ ചോദിച്ചാ എല്ലാം കൊടുത്തു തീർത്തോ? പിന്നെ മറ്റേ ചേപ്പാടുകാർക്ക് കാശ് കൊടുത്തോ? ചേപ്പാടുകാർക്ക് എന്തിനാണ് ഞാൻ കൊണ്ട് കാശ് കൊടുക്കുന്നത്? മറ്റേ ചാപ്പാടുകാരെന്നാണ് പറഞ്ഞത്. അയ്യോ, അവരുടെ പൈസ ഞാൻ കൊടുത്തോ? പിന്നെ എത്ര കൊടുത്തു? അവര് ചോദിച്ചതിനേക്കാൾ 2500 രൂപയാണ് ഞാൻ എണ്ണി കൊടുത്തത്. എന്താ 2000 രൂപ കുറച്ച് കൊടുക്കണമായിരുന്നു. അതെന്താ? ആൾക്കാരുടെ പരാതി എന്തുവായിരുന്നറിയാം? ഒറ്റ പപ്പടത്തിന് കുമളയില്ലായിരുന്നു. അങ്ങനാണ് ആൾക്കാരെ എന്നോട് എന്റെ അടുത്തോട്ട് വിടാൻ എന്തായിരുന്നു? സോപ്പോടി കലക്കേട്ട് ഞാൻ ഊതി കൊമള വിട്ട് കാണിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നരെ ആൾക്കാർ പപ്പടത്തിന് കുമളയില്ലെന്ന്. മോളെന്തിയടാ? രാവിലെ അവള് വിളക്കം കത്തിച്ചോണ്ട് വിലക്കകത്തോട്ട് കയറി പോന്ന ഞാൻ കണ്ടതാ. എന്റെ കുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടില്ല. എവിടെ പോയിടാ അവള്? അപ്പോഴാണ് എന്റെ മുത്തുമണിയെ ഞാനും കണ്ടത്. അവള് മിക്കവാറും നടന്ന് ക്ഷീണിച്ച് ഈർക്കില് പോലെ ആയി കാണും. എന്റെ കഷ്ടപ്പെട്ട ഒരു പരുവ എന്റെ മുത്തുമണി. ഒരു കാര്യം ചെയ്യ് മക്കളെ, ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി റെഡിയാക്കിയൊക്കെ വെക്ക്. വരവാസവലി ആയതുകൊണ്ട് ഈ പലപ്പോഴായിട്ടായി ആൾക്കാർ കയറി വരുന്നത്. ആരെങ്കിലും ഇനി വരുന്നുണ്ടോന്ന് അച്ഛനൊക്കെ നോക്കി റെഡിയാക്കി എല്ലാരെയും ഒന്ന് നോക്കിയിട്ടില്ല. അച്ഛനെ വിളിച്ച ഇതെല്ലാം ഒന്ന് പറക്കി അടുക്കി സന്തോഷമായിട്ടിരിക്കേ. അച്ഛൻ ഇപ്പൊ വരാം. അച്ഛാ, ഇത് എപ്പോഴും വേണ്ടാ മോനെ. ദൈവമേ, ഉള്ളത് പറിച്ചോണ്ടാണ് പോയത്. സാരമില്ല, വരും. കണ്ണാപ്പി, മുത്തുമണി, കണ്ണാപ്പി, മുത്തുമണി. ചേട്ടാ, രാവിലത്തെ എന്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അതായിരുന്നു മേക്കപ്പ്. ചില സൈഡിൽ കഴിഞ്ഞൊക്കെ നോക്കുമ്പോ ജയഭാരതിയെ പോലെ ഇരിക്കുവായിരുന്നു. ഞാനേ ഈ കഥകിന്റെ വിടവിലൂടെ വന്ന് 2-3 പ്രാവശ്യം നിന്നെ നോക്കിയില്ലേ? അത്ര ഭംഗിയായിരുന്നു. ആരാണ് മേക്കപ്പ് ചെയ്തത്? തോണ്ടില്ല, പച്ചശാലിട്ട ചേച്ചിയായിരുന്നു മേക്കപ്പ് ചെയ്തത്. അയ്യോ ചേച്ചി, എന്റെ മുത്തുമണിയെ ജയഭാരതിയെ പോലെ ആക്കിയതിന് എന്തോ വേണം. ആ വഴിക്ക് എന്റെ 10,000 രൂപയും കൊണ്ടാണ് പോയത്.
കണ്ണാപ്പി അങ്ങനൊന്നും പറയരുത്. എന്റെ സൗന്ദര്യത്തിന് വേണ്ടി ചെയ്തല്ലേ അത്? 20,000 രൂപ ചോദിച്ചാലും ഞാൻ തന്നേനെ. സത്യം പറഞ്ഞ എന്റെ മുത്തുമണി കാരണമല്ലേ ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റിയത്? അങ്ങനൊന്നും അല്ല. പിന്നെ എന്റെ കണ്ണാപ്പി കാരണം. മുത്തുമണി കാരണം. കണ്ണാപ്പി കാരണോ? കണ്ണാപ്പി കാരണോ? കണ്ണാപ്പി കാരണോ? കണ്ണാപ്പി കാരണോ? ഇതിങ്ങനെ പോയാ ശരിയാവത്തില്ല. നമ്മൾ പെരവാസ്തുവിലേക്ക് വിളിച്ച എല്ലാവരും വന്നോ? എല്ലാരും വന്നായിരുന്നു. ആ സുധാകരൻ വന്നായിരുന്നു. സുധാകരൻ വന്നു. വരാതെ എങ്ങനെ ഇരിക്കും? അവന്റെ കല്യാണത്തിന് ഒരാഴ്ചക്ക് മുമ്പാണ് ഞാൻ സാധനം കെട്ടിപ്പറക്കി കൊണ്ട് കൊടുത്തത്. അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഏതാ? ഇതാണ്. ഇതെന്താണ് വെള്ള പേപ്പർ? ചെക്ക് വല്ലതും ആണോ ചേട്ടാ? ചെലപ്പോ ചെക്കായിരിക്കും. ചെക്കെങ്കിൽ ചെക്ക്. എടാ വേണു, നാണമില്ലാത്തവനെ പോലെ തന്നെ വെറും കാലി കവറിലെടാ എന്റെ കല്യാണത്തിന് നീ കൊണ്ട് തന്നത്. എന്തു ചേട്ടാ അതിന് എഴുതിയേക്കുന്നേ? അവൻ എന്നോട് പറയുവാണ്, വേണു നാണയമില്ലാത്ത കൊണ്ട് കാശ് ഗൂഗിൾ പേ ചെയ്തു തരാന്ന്. മതി ചേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയ മതി മുത്തുമണി. പാത്രം എടുക്കാൻ പോണ്ടേയോ? എടി നിനക്കെന്താ ഇത്ര മറവി? എന്താ? വീട്ടിൽപ്പെട്ട ഒരു സാധനം പോലും, അടുക്കളയിൽപ്പെട്ട ഒരു സാധനം പോലും മേടിക്കരുതെന്നല്ലേ എന്റെ പെങ്ങള് ബോംബെ എന്ന് വിളിച്ചു പറഞ്ഞത്? കൊറിയർ അയച്ചു തരും. ഞാനതങ്ങ് മറന്നു. എന്തൊരു മറവേത്? ഞാൻ പോയി എടുത്തോണ്ട് വരാം. എന്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചു വിട്ടത് ബോംബെയിലാണ്. ഇവിടെ വരാൻ പറ്റാത്തതിന് വിളിച്ച് കരച്ചിലോട് കരച്ചില്, കരച്ചിലോട് കരച്ചില്. ഇല്ല ആരുടെയാണ് കളിപ്പാട്ടം? ഇതാ ബോംബെയില് പെങ്ങൾ കൊണ്ടു തന്ന അടുക്കളയുടെ സാമാനങ്ങൾ തന്നെ. ഞാൻ ഫോണിങ്ങെടുത്തത് ബോംബെയിൽ ഇല്ലാത്ത കാശ് കൊടുത്ത് കെട്ടിച്ച് വിട്ടിട്ട് കളിപ്പാട്ടം കൊണ്ട് തന്നേക്കുന്നു. അത് ഈ വേണുവിന്റെ വീട്ടിൽ. ഫോണിങ്ങട്. ബോംബെയിലേക്ക് ഞാൻ വിളിക്കും. എവിടെ? ബോംബെയിലേക്ക് ഞാൻ വിളിക്കും. എന്നോട് പറഞ്ഞു. മുംബൈയിലേക്ക് ഞാൻ വിളിക്കും. അങ്ങനല്ലല്ലോ പറഞ്ഞു. ബോംബെയിലേക്ക് ഞാൻ വിളിക്കും. എന്താണ് ചതിച്ചു നിങ്ങള്? എന്താ ചതിച്ചു? എന്ത് വേണ്ട, എന്നെ ചതിച്ചു നിങ്ങള്. എന്ത്? എന്നോട് വിട്ടണ്ട. എന്താണ്? എന്നോട് വിട്ടണ്ട. എന്താണ്? തുടരുത്, തുടരുത്, തുടരുത്. എന്താണ് മുത്തുമണി? നിങ്ങൾ ലഹരി ഉപയോഗിച്ചില്ലേ? ലഹരി ഉപയോഗിച്ച് നിങ്ങൾ ലഹരി ഉപയോഗിച്ച്. ഞാൻ എന്റെ അച്ഛനോട് ഇന്ന് പറഞ്ഞു കൊടുക്കും. അച്ഛാ, അച്ഛാ, ഇയാളുണ്ടല്ലോ, ഇയാളെന്തോ എന്റെ ദൈവത്തിനാണ് ഞാനൊന്നും ചെയ്തില്ല. മുത്തുമണി, എന്റെ മുത്തുമണി, ഞാൻ തുടരുതന്നെ. അച്ഛാ, എന്ത് വാക്കളെ പറ. ഇയാൾ എന്നോട് ചെയ്തത് ഞാൻ എങ്ങനെ അച്ഛനോട് ഇത് പറയും? പറയണ്ട, പറയടാ. എന്താണ് നീ മുന്നേ ചെയ്ത? ഞാൻ പറയാം. പിടിച്ചോട്ട് വാ. അച്ഛാ, ഇയാളുണ്ടല്ലോ ലഹരി ഉപയോഗിച്ചു. ടെലിവിഷൻ അവാർഡ് കഴിഞ്ഞു പോയത് നന്നായി, അല്ലെങ്കിൽ ഇവക്കാരന് ഏറ്റവും വലിയ അവാർഡ്. എന്താണ് മുത്തുമണി ഈ കാണിക്കുന്നത്? നാണുമല്ല, വേണു. നീ എന്തോടാ കാത്തി? ഇടാ, നീ ഇത്തരത്തിലുള്ള മഞ്ഞ കവറ് പോക്കറ്റിൽ നിന്ന് എടുത്ത കയ്യിൽ ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് അതിങ്ങനെ ചുരുട്ടി വാരി ഇങ്ങനെ വായിക്കാത്തിട്ട് എന്തോടാ അതിന്റെ പേര്? ഹൻസ്. അതിന്റെ പേര് പറയാ, ഹൈനസ് എന്ന്. ഹൈനസ് അല്ലടി, അബ്ദുള്ള. ഞാൻ അതൊന്നും വെച്ചിട്ടില്ല. എന്താ പരിപാടിയാടാ കാണിച്ചേ? ഇന്ന് പെരവാസ്തോലി അല്ലായിരുന്ന കൂട്ടുകാർ വന്ന് നിർബന്ധിച്ചപ്പോ ഒരു ക്ലാസിന്റെ അടിയിൽ ഒരു തുള്ളി മദ്യം. എടാ വേണു, ഇന്ന് നീ ഒരു തുള്ളി പലതുള്ളി വെളുത്തുള്ളി, വെളുത്തുള്ളിയോ പലതുള്ളി പെരുവെള്ളം. എടാ, നീ ഇന്ന് ഒരു തുള്ളി കുടിച്ചു, നാളെ 2 തുള്ളി, മറ്റന്നാൾ 1 ഗ്ലാസ്. അങ്ങനെ നീ കുടിച്ച് നീ ഒരു കുപ്പി വിഴുങ്ങും. അങ്ങനെ നീ മുഴുക്കുടിയനാവണം. എന്റെ അച്ഛൻ ചുമ്മാ സമാധാനം കളയില്ല. നല്ലൊരു ദിവസമായിട്ട് പെര വെച്ച് കേറിയതേ ഉള്ളു. കലകം ഉണ്ടാക്കരുത്. ആരോട് പറയണ? ഒരു കാര്യം ചെയ്യാം, അച്ഛന്റെ തലയെ പിടിച്ചാൽ സത്യം ചെയ്യാം. അച്ഛന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണ്ട, എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്താൽ എന്റെ തലയില്. ഇനി തൊടാമോ? എന്റെ മുത്തുമണിയുടെ തലയാണ് സത്യം. ഇനി മദ്യമെന്ന് എഴുതി കാണിക്കുന്നിടത്ത് കഴിഞ്ഞ് പോലും ഈ വേണു പോകത്തില്ല. ഉറപ്പാണോ? ഉറപ്പാണ് മുത്തുമണി. എന്റെ മക്കളെ, ഇപ്പൊ സമാധാനം ആയല്ലോ. സമാധാനമായി. എന്റെ മോനെ, നീ ഇതുപോലുള്ള പാനീയങ്ങൾ ഇനി ഉപയോഗിക്കണം. അതൊക്കെ തെറ്റാടാ കുഞ്ഞെ. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ രാവിലെ തൊട്ട് കിടന്ന് ഓടി നടന്ന് അവിടെ ഇവിടെ എല്ലാം നടന്ന് ക്ഷീണിച്ചു വന്ന അച്ഛനൊന്ന് കുളിച്ചിട്ട് വരാം. മോള് പോയി ഇച്ചിരി ചോറെടുത്ത് വെക്ക. ജവാന്റെ ഒരു ഫുള്ളില്ല, അരേ ഉള്ളു. എങ്ങനെ ഇരിക്കുന്നടി?
ഈ സാധനം എല്ലാം കൂടെ മേടിച്ച് പുള്ളി അടിച്ചിട്ട് എന്റെ തല വെച്ചാണ് നിന്റെ അച്ഛൻ. എന്തുവാ ചെയ്ത്? മോനെ നീ എന്നെ ഇങ്ങനെ സംശയിക്കരുത്. ഇവൻ മുഴുക്കുടിയനാടി. ദൈവമേ, ഞാനൊന്നും ചെയ്തില്ല. നിന്റെ അച്ഛന് ഭ്രാന്താണ്. എന്റെ കുഞ്ഞൻ നിനക്കറിയാമോ, ഇവനെ പാത്തിരുന്ന് കുടിക്കാൻ വേണ്ടി എന്നും കക്കൂസിന്റെ പുറകെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനമായത്. ഇവൻ കുടിച്ച് ഇവന്റെ കരള് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന. എന്തിനാ ഞാനിത് എടുത്തോണ്ട് നടക്കുന്നത് അറിയോ? എന്റെ മോക്ക് വേണ്ടി. ഞാൻ കുടിക്കത്തില്ല. നീ കുടിക്കണമെന്നല്ല പറഞ്ഞത്. അവൻ കുടിച്ച് അവന്റെ കരള് പോയി കഴിഞ്ഞാൽ എന്റെ മോൾ വിവിധയാവത്തില്ലയോ? അതുണ്ടാവാതിരിക്കാനാണ് അച്ഛൻ ഈ കുടിച്ച് അച്ഛന്റെ ത്യാഗമാണ് എന്റെ മോക്ക് വേണ്ടി. എന്റെ അച്ഛന്റെ ത്യാഗം കണ്ടു, എന്നോടുള്ള സ്നേഹം കണ്ടു. എന്ത് ന്യായമാണിത്? കണ്ണിച്ചോര ഇല്ലേ നിങ്ങൾക്കാർക്കും? ഇങ്ങനെ പറയുന്നതൊക്കെ വെറും വിട്ടികളാണ്. നിങ്ങൾക്ക് നീ വിട്ടിട്ട് കാര്യമില്ല. എന്താണ് ബുദ്ധി? എന്നോടോ മുത്തുമണി? എന്നോടോ? I buried the vacant sin and his very communication. Your father, blood is thicker than water. I will test it. I will ദൈവം തമ്പുരാനെ, ഇംഗ്ലീഷ് സിനിമയുടെ ഷൂട്ട് നടക്കുന്ന ഇവിടെ. അച്ഛൻ നിൽക്കുന്ന ശ്രദ്ധിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് എന്നെ വിശ്വാസമായല്ലോ. വിശ്വാസമായി. ഇങ്ങനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ചേട്ടാ, രാവിലെ തൊട്ട് നിക്കുവല്ലയോ, ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. നിക്ക് കുളിക്കാനൊക്കെ വരട്ട്. നമ്മുടെ ഇനി ഏത് ഗിഫ്റ്റ് ആണ് പൊട്ടിക്കാനുള്ളത്? ഇനിയുള്ളതെന്ന് പറഞ്ഞ ചേട്ടന്റെ മറ്റേ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ പിള്ളേർ തന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, വാട്സപ്പ് കൂട്ടായ്മയിലെ. കണ്ടോ അത് പറയുമ്പോഴും മുത്തുമണിക്ക് ഒരു മുള്ളു വെച്ച വർത്താനം. എന്റെ കൂടെ പഠിച്ച പിള്ളേരാ വാട്സപ്പ് കൂട്ടായ്മ, അതിന് ഞാനും ഉണ്ട്. ഇവരെ എന്റെ പെരവാസ്തോലിക്ക് വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ മുത്തുമണിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഷാറൂഖ് ഖാന്റെ പരസ്യത്തിൽ ഷാറൂഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, ബാത്റൂം കഴിയുന്ന പരസ്യത്തിൽ എത്ര കഴിയാലും ഒരു കീടാണെങ്കിലും മിച്ചം കാണുമെന്ന്. എന്നെ പറ്റി ഒരു സംശയം പോലും മുത്തുമണിക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മയുടെ ഗിഫ്റ്റ് നീ പൊട്ടിച്ച. ഞാൻ പൊട്ടിക്കുന്നില്ല. നീ കൂട്ടുകാരെ കൊണ്ട് തന്നെ ഞാൻ എന്തിനാ പൊട്ടിക്കുന്നത്? മുത്തുമണി പൊട്ടിച്ച. ഞാൻ പൊട്ടിക്കുന്നില്ല. മുത്തുമണി പൊട്ടിച്ച. മുത്തുമണി എന്നാ നമുക്ക് രണ്ടുപേർക്കൂടെ പൊട്ടിക്കാം. മതി, രണ്ടുപേരെങ്കിൽ രണ്ടുപേര്. അതിനിപ്പോ എന്താണ്? തുറക്ക്, പൊട്ടിക്ക് നോക്കട്ടെ. ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് കാണും, പഴയ കൂട്ടുകാരല്ലേ. അയ്യോ, ഡയറി മിൽക്ക്. നല്ല കാര്യം നടക്കുമ്പോ മധുരം കഴിക്കുന്നവന്നാണ്. ആണോ? പിന്നെ വേറെ എന്തോണ്ടെന്ന് നോക്കട്ടെ. വേറെ എന്തോ കാണാന്? റോസാപ്പൂ. റോസാപ്പൂവും ഡയറി. നിനക്ക് തല വെക്കാൻ തന്നായിരിക്കും. റോസാപ്പൂ സിന്ന റോസാപ്പൂ. അല്ല, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഇനി ഒന്നും കാണാൻ വഴിയില്ല. ഉണ്ടല്ലോ. എന്തുണ്ട്? അയ്യോ, മടക്കിയ പേപ്പർ. മടക്കിയ പേപ്പറാ. ഇത് രണ്ടും കൂടെ മടക്കാൻ വേണ്ടി തന്ന പേപ്പർ ആയിരിക്കും. ഞാൻ നോക്കാം. ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കണ്ണാപ്പിക്ക്, കണ്ണാപ്പിയുടെ കണ്ണിലെ കൃഷ്ണമണിയായ ശ്രീജ, കണ്ണാപ്പിക്ക് ഇഷ്ടമുള്ള ചക്കപ്പുഴുക്കും മീനവയിലുമായി കുമരക റിസോർട്ടിൽ ഞാൻ കാത്തിരിക്കും. വരില്ലേ കണ്ണാപ്പി? അതുവരെ ഈ റോസാപ്പൂ വാടാതെ സൂക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് കണ്ണാപ്പിയുടെ സ്വന്തം ശ്രീജ. അയ്യോ ദൈവമേ, പെട്ടെന്നൊരു ആശുപത്രി വിളി, ആംബുലൻസിൽ കൊണ്ടുപോവാ. അല്ല തെറ്റിപ്പോയി. ആശുപത്രി ആംബുലൻസ് വിളി, ആശുപത്രി കൊണ്ടുപോവാ. അച്ഛാ, ഇയാൾ എന്നെ ചതിച്ച. ഇയാൾക്ക് വേറെ ബന്ധമുണ്ട് അച്ഛാ. നിങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മ ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് എന്താണ് പ്രശ്നം? ആരൊക്കെ ഉണ്ടെന്ന് അറിയണമല്ലോ. ആര് കാണാനാണ് മുത്തുമണി? കണ്ടോ, വാട്സപ്പ് കൂട്ടായ്മയിൽ 2 പേര്, കണ്ണാപ്പി ശ്രീജ. അതാ ഇയാളെ വാട്സപ്പ് കൂട്ടായ്മ. അച്ഛാ, എന്നെ ചതിച്ച. എന്നെ മുത്തുമണി വിളിക്കരുത്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഒരു നല്ല പേരിട്ടുണ്ട്, അത് വിളിച്ചാൽ മതി കേട്ടോ. എന്നെ വിളിക്കരുത്. എന്നെ വിളിക്കരുത് പറഞ്ഞേ. എന്നെ എന്റെ പേര് വിളിച്ചാൽ മതി. മര്യാദയ്ക്ക് എന്റെ പേര് വിളി. മര്യാദയ്ക്ക് എന്റെ പേര് വിളി. മര്യാദയ്ക്ക് എന്റെ പേര് വിളിക്കാൻ പറഞ്ഞില്ലേ? മുത്തുമണി, ഞാൻ പറയുന്നത് മുത്തുമണി. എന്റെ പേര് വിളിച്ചാൽ മതി. നിന്റെ പേര്? അയ്യയ്യേ, സ്വന്തം ഭാര്യയുടെ പേര് ഏതെങ്കിലും ഒരു ഭർത്താവ് മറക്കുവോ? മുത്തുമണി. പെട്ട് പേര് ഞാൻ മറന്നുപോയി. എന്തുവായിരുന്നു ഭാര്യയുടെ പേര്? ഭവാനി. അറിയത്തില്ല എങ്ങനെ ഇരിക്കുന്നു. എന്നാലും ഈ കണ്ണാപ്പിയെ നീ സംശയിക്കരുതായിരുന്നു. സംശയിക്കരുത്. സ്വന്തം ഭാര്യയുടെ പേര് ഞാൻ മറന്നല്ലേ? അങ്ങനെ ഞാൻ മറക്കുവോ ഭവാനി? മറക്കാൻ തോന്നുന്നുണ്ടോ ഭവാനി നിനക്ക്?
ഭവാനിയോ അതെന്റെ അമ്മയുടെ പേരാണ് കാന. അമ്മയുടെ പേര് മോളെ വിളിച്ച എന്താണ് ഈ കുഴപ്പം? എന്താ കുഴപ്പമോ? അടിക്കും കേട്ടോ. അപ്പൊ അടിച്ചില്ലായിരുന്നു. അത് ശരി. ഇത് എവിടം വരെ പോന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര പേരെ ഇവിടെ കുത്തിയിരുന്നേ. നീ എന്റെ മോളെ അടിക്കൂല്ലോടാ? ഞാൻ അടിച്ചില്ല, അവൾ അടിച്ചിട്ടാണ്. അടിക്കില്ല, എന്റെ മോളെ ആരെയും കൈ പൊക്കത്തില്ല. അവളെ ഞാൻ അങ്ങനെയാണാ വളർത്തുന്നത്. എങ്ങനെ അവളെന്നെ അടിച്ചത് നിങ്ങൾ കാണാത്തോണ്ട് ഈ നാട്ടുകാരൊക്കെ കണ്ട് എന്നെ അടിച്ചെന്റെ ചെവിക്കല്ല് പാറിപ്പോയത്. ഇല്ല, ഇവിടെ എന്താ മോളെ പ്രശ്നം? ചതിച്ചത് എന്റെ പേരറിയത്തില്ല. നീ എന്റെ മോളെ ചതിച്ചോടാ? ഞാൻ ചതച്ച ഒന്നുമില്ല, വെറുതെ പറയുന്ന. ഇത് സത്യം. നീ വേറെ സംബന്ധക്കാരനാ ഇവിടെ വന്ന് എന്റെ മോളെ ജീവിതം കളഞ്ഞടാ നീ. അങ്ങനൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എന്റെ മോനെ കുഞ്ഞു വിഷമിക്കണ്ട. ഇന്ന് ഇവനെ ഒഴിവാക്കി നാളെ മോടെ കല്യാണം നടത്തി നമ്മൾ ഇവിടെ ഈ തിന്നൂറും തൂത്തോളാം. എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ന് ഇവിടെ തിരുവോണമായിട്ട് തിരുവോണമല്ലോ, ഇതെന്റെ പെരവാസ്തോടിയായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യമില്ലടാ ഇവിടെ. നിന്റെ കൂടെ എന്റെ മോളെ വെറുതെ ഇറക്കി വിട്ടാലടാ. എനിക്കുള്ളതെല്ലാം എന്റെ കുഞ്ഞിന്റെ പേരിലും ഇവന്റെ പേരിലും എഴുതി അങ്ങോട്ട് കൊടുത്തിട്ടാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പറച്ചില് കേട്ടാ തോന്നും ഇയാൾക്ക് 3-6 തേയില തോട്ടവും വലിയ ബംഗ്ലാവും ഒക്കെ ഉണ്ടായിരുന്നെന്ന്. ഇയാൾ എഴുതി തന്ന്. ശരിയാണ്, എന്നെ കൊണ്ട് ഒരു നിവൃത്തിയും നിനക്ക് തരാനില്ലെന്ന് വെള്ള പേപ്പറിൽ എഴുതി തന്നു. അതാണ് ഈ വലിയ വായിലെ വിളിച്ച് പറയുന്നത്. ഞാൻ പെര വെച്ചപ്പോ വലിഞ്ഞു കയറി വന്നതാണ്. ഇയാള് വലിഞ്ഞു കയറി എവിടെ നിന്ന് ഇറങ്ങണമെന്ന്? എങ്ങോട്ടാണ്? എന്റെ വീട്ടിൽ തന്നെ ഇറക്കി വിട്ടേക്ക് ചേട്ടാ. ഒന്ന് ചോദിക്കേട്ടാ, പ്രചോദേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടേക്കുന്നു. ചോദിക്കത്തില്ലല്ലേ? ആര് ചോദിച്ചില്ലേലും ചോദിക്കുന്ന ഒരാളിരിപ്പുണ്ട്. നസീറിക്ക എന്റെ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കിയേക്കുന്നു. ചോദിക്ക. അത് ഭയങ്കര മോശമായി പോയി. എന്റെ പൊന്നു സാറേ, സാർ ഇതിന് കൂട്ടിരിക്കരുത്. അല്ല, അത് ശരിയല്ലല്ലോ. അതെന്ത് ശരിയല്ലാത്ത? അയ്യോ, ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല ചേലാണല്ലേ? ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ കയറും. എന്റെ സ്വന്തം വീടാണ്. അങ്ങനെ നീ എന്റെ മോളെ അടിക്കുവാടാ? ഞാൻ അടിച്ചൊന്നുമില്ല, അവളാണ് എന്നെ അടിച്ചത്. എന്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അവൾ ആരെയും അടിക്കത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ വീർപ്പോണ്ട് കെട്ടിപ്പോക്കിയ എന്റെ വീടാണിത്. എന്റെ വീട് ചുമ്മാ അല്ല. ഈ പരിക്കകത്തോട്ട് കയറുമ്പോ ഒരു കെട്ട നാറ്റം. വാസം മറയുന്നോളൂ. അടിക്കും കേട്ടോ. ഇറങ്ങാ വീട്ടിൽ നിന്ന്. ഇറങ്ങാ വീട്ടിൽ നിന്ന്. പോകോ. അഭാവന്മാർ എന്റെ വീട്ടിൽ ഇറക്കി വിടരുത്. നീ നിന്റെ അച്ഛന്റെ വാക്കും കേട്ട് ഇങ്ങനെ നിന്നോടി. ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധം പവിത്രമായ ഒരു ബന്ധമാണ്, ഓർത്തോ? എന്താ നീ ആവശ്യമില്ലാത്ത കാര്യം അവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ലോടി. ഇപ്പൊ ഈ ബഹളം കൂടെ ഉണ്ടായത്. ഞാനെന്താ പറഞ്ഞു? നീ എന്താ പറഞ്ഞു? പിന്നെ അവനെങ്ങനെ അടി അറിഞ്ഞ? അതൊക്കെ എന്തോ പറഞ്ഞു അച്ഛൻ പറയും. ഒന്നും അറിഞ്ഞില്ലേ? എന്തോ പിന്നെ പവിത്രനുമായിട്ട് നിനക്ക് ഇഷ്ടമായിരുന്നു. അവന്റെ കൂടെ സൈക്കിള് സിനിമ കാണാൻ പോകുന്നു. ഇപ്പൊ എങ്ങനെ അറിഞ്ഞാവൻ? അച്ഛനും മോളോട് നിന്ന് സംസാരിക്കുന്നതായിട്ട് നിനക്ക് എന്താണ് കാര്യം? അടിക്കും കേട്ടോ. അപ്പൊ ഇത് ഇവിടുന്ന് കിട്ടിയതായിരുന്നല്ലേ? എടി, ഇപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. എന്നെ ഇവിടിട്ട് പെടാപ്പാട് പെടുത്തുകായിരുന്നു. ഏത് പവിത്ര? പണ്ട് അങ്ങനൊക്കെ സംഭവിച്ചു. ഇഷ്ടമുണ്ട്. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. ഉളിപ്പടിക്കുന്ന കാലത്ത് ആർക്കാണെങ്കിലും ഇങ്ങനൊക്കെ ഒരു ചെറിയ പ്രേമമൊക്കെ ഉണ്ടാവും. എന്റെ ഭാഗത്തും ചില തെറ്റുകൾ പറ്റി. നമുക്ക് അന്യോന്യം എല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാം. അതാ നല്ലത്. പോരെ? കണ്ടോ എന്റെ മോളും മോനും കൂടെയുള്ള സ്നേഹം കണ്ടോ? നിങ്ങളില്ലേ പറഞ്ഞ അവൻ കൊള്ളരുതാത്തവനാ. അങ്ങനെ ഒരു മരുമാനെ എനിക്ക് കിട്ടിയത് അറിയാം. എന്റെ സ്വത്തായവൻ. എന്റെ കുഞ്ഞിനെ എല്ലാരും കൂടെ ഓന്ത് നിറം മാറുന്നത് പുള്ളിയെ കണ്ടിട്ടാണ്. പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പൊ അങ്ങനെ ജീവിക്കാമല്ലോ. അങ്ങനെ ജീവിക്കാം. എനിക്ക് ഇനി ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ ചേട്ടാ. എന്ത്? ചേട്ടൻ എന്റെ യഥാർത്ഥ പേരൊന്ന് സ്നേഹത്തോടെ വിളിച്ചാൽ മതി. അത് മതി. ഞാൻ ഇനി ഉള്ള കാര്യം എന്റെ മുത്തുമണിയോട് പറയാം. നിന്നോടുള്ള സ്നേഹം കൂടി കൂടി മുത്തുമണി മുത്തുമണി എന്ന് വിളിച്ച്
നിന്റെ ശരിക്കും പേര് ഞാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ട് നിനക്ക് ഞാനിപ്പോ ഒരു പേരിടാം. അതായിരിക്കും ഇനി തൊട്ട് നിന്റെ പേര്. നിന്റെ പേര് ശ്രീജ. ഓഹോ, സ്വന്തം ഭാര്യയുടെ പേര് പറഞ്ഞാലും കാമുകിയുടെ പേര് നീ മറക്കത്തില്ല അല്ലടാ കാല. ചേട്ടൻ ആ പാവം രാജ്മോഹൻ ചേട്ടനെ അടിച്ച് ചമ്പൻ ചാറാക്കിട്ട് അടിക്കും കേട്ടോ എന്ന് നമുക്ക് എന്തായാലും കമന്റ്സ് ചോദിക്കാം കേട്ടോ. പ്രചോദേട്ടാ, നിങ്ങളുടെ 3 പേരുടെയും ക്യാരക്ടറൈസേഷൻ ആദ്യം ഒരു ഉഗ്രം കൈഡ് തരാം. അടിപൊളിയാണ്. അതായത് ക്യാരക്ടർ എങ്ങനെ ചെയ്യാവോ അതിൽ നിന്ന് നിങ്ങളൊന്നും വ്യതിചലിക്കാതെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൽ ഞാൻ ആദ്യം കൈഡ് തരുന്ന വിഷ്ണു. ഒരു രക്ഷയില്ലായിരുന്നു വിഷ്ണുവിൻ്റെ പെർഫോമൻസ്. കാരണം നിങ്ങൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തു എന്ന് എനിക്ക് അല്ല രാജ്മോഹൻ, നന്നായിട്ട് അഭിലാഷ് നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തു. ആ റിഹേഴ്സൽ ചെയ്തതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇതിനകത്ത് വളരെ രസകരമായിരുന്നു. കാരണം ഒന്നിൽ നിന്ന് കണക്ട് ചെയ്ത് പോവുക. ആ കണക്ഷനകത്ത് ചെറുതായിട്ട് ഹ്യൂമറിൻ്റെ ഒരു കുറവ്. ഇപ്പം നമ്മൾ നിങ്ങളുടെ കളി കാണുമ്പോൾ നിങ്ങളിങ്ങനെ ഈ ഹ്യൂമർ പട്ടപട അടിക്കുന്നതിൽ നിന്ന് മാറി വ്യത്യസ്തമായി നിങ്ങളൊരു സ്കിറ്റ് കളിച്ചു. പിന്നെ അഭിലാഷിൻ്റെ ടങ് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം തുടക്കം മുതൽ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്തു. അത് ഭയങ്കര രസമായിരുന്നു അഭിലാഷ്. അത് കാര്യം ഓരോ സാധനത്തിനും അതായത് നമ്മളത് മറന്നിരിക്കുമ്പോൾ വീണ്ടും എന്തൊരു സാധനം പറയും. എല്ലാം കണക്ട് ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾ കളിച്ചു തീർത്തു. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഈ ഒന്നിൽ നിന്ന് ഒന്ന് കണക്ട് ചെയ്ത് കയറുമ്പോൾ ഒരു ചെറിയ ഒരു പ്രശ്നം പോലെ തോന്നുള്ളൂ. ബാക്കി എല്ലാ സൈഡും തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. 3 പേരും വ്യത്യസ്തമായൊരു പാറ്റേൺ പരിപാടി നിങ്ങൾ ചെയ്തു. അടിപൊളിയായിരിക്കണം. സൂപ്പർ. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ ചേട്ടാ, നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കുടുംബ വഴക്കുകൾ നമ്മൾ ഒരുപാട് സ്കിറ്റുകളിൽ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ കല്യാണം, അതുപോലെ തന്നെ ബർത്ത്ഡേ, അതുപോലെ ഹൗസ് വാമിങ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അളിയൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ അമ്മായച്ചൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും, അല്ലേ? അല്ലെങ്കിൽ മരുമകൻ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടാക്കണം. പക്ഷേ ഇതിനകത്തൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ മകനായിരിക്കും പ്രശ്നക്കാരെന്ന് എഴുതി, പക്ഷേ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇയാളൊരു പ്രശ്നക്കാരനല്ല. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലെ അച്ഛനും മോളുമാണ് ശരിക്കും പ്രശ്നം, അല്ലേ? പിന്നെ ഈ സ്കിറ്റിൽ എനിക്ക് കാണാൻ കഴിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം പറഞ്ഞിട്ട് അതിനെ തുടർന്ന് കൊണ്ടുവന്ന് ക്ലൈമാക്സിൽ എത്തിക്കുകയല്ല ചെയ്തത്. ഓരോ പീസ് സാധനങ്ങളായിരുന്നു അത്. ഇപ്പം ആദ്യം തന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ കവർ പൊട്ടിക്കലും അതുപോലെ തന്നെ ആ സാധനത്തിൽ പിടിച്ചിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് ആ സാധനം കൊണ്ടുപോവുക. വീണ്ടും അത് ചാരായത്തിലേക്ക് അല്ലെങ്കിൽ കുടിക്കുന്ന സാധനത്തിലേക്ക് എത്തിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സംശയം വരുന്നു. അങ്ങനെ ഓരോരോ പീസ് സാധനങ്ങൾ വലിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കണം. അത് തന്നെ ഒരു നല്ലൊരു വെറൈറ്റിയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ പഴയ അമ്മുമ്മ കയറി വരുമെന്ന് കരുതി, പക്ഷേ ഒരു സ്ഥലത്തും കയറിയിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷിൻ്റെ ഒരു സ്ഥലത്തും വേറൊരു ക്യാരക്ടർ വന്ന് കയറിയിട്ടില്ല. രാജ്മോഹനും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഈ കളിയുടെ കേസ് ഞാൻ പറഞ്ഞത് ആ 100 എന്നുള്ള നമ്മളെ ഏറ്റവും ക്ലൈമാക്സിൽ എത്തിക്കുമല്ല, ആ റേഞ്ച് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ചെറിയൊരു വലിച്ചിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്തും പിന്നെ ഇവരായിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു ചെറിയ സാധനങ്ങൾ മൈനോട്ടായിട്ടുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഗംഭീര സ്കിറ്റായിരുന്നു ആദ്യം മുതൽ അവസാനം. ഓക്കെ, അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീറിക്ക, നല്ല ലൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ കളിക്ക് നല്ല ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഒരു കളിയുടെ കൗണ്ടറുകൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. കൗണ്ടറിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. നല്ല പഞ്ചിങ് ആയിരുന്നു. അതായത് നല്ല റേഞ്ചിലുള്ള ഒരു കളിയായിരുന്നു. ഭാര്യയും ഭർത്താവും ഒരു കുടുംബത്തിലെ പ്രശ്നം, നിസ്സാര പ്രശ്നം. എനിക്ക് മനസ്സിലാകാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു. നമ്മളെ ബോംബെക്ക് പെങ്ങളെ വിളിച്ചിട്ട് അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് നേരെ മദ്യത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ബോംബെ എന്ന് പറയുമ്പോഴേ ക്ലിയർ ചെയ്തില്ല. അത് ട്വിസ്റ്റ് അവിടെ നമ്മൾ എന്താണ് അത് ഉദ്ദേശിച്ചത്? പുള്ളി ബോംബെ പോയതാണോ പ്രശ്നം? അത് ബോംബെ പെങ്ങളുള്ളതാണോ പ്രശ്നം? അത് അവരയച്ചു കൊടുത്ത സമ്മാനപ്പൊതിയാണോ പ്രശ്നം? എന്താണെന്ന് കത്തിയില്ല. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ബോംബെ ഒന്നുകൂടി പറഞ്ഞ ബോംബെ ആ ഒരു മണം പിടിച്ചിട്ട് ഇട്ടിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. അപ്പം പിന്നെ ആ എന്താണ് സംഭവം നല്ല പഞ്ചിൽ പോയെങ്കിലും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു തമാശയുണ്ടല്ലോ, ഒരു കളിയുണ്ടല്ലോ, ആ ഒരു കളിയിലേക്ക് ഈ കോമഡിയിലേക്ക് അങ്ങ് എത്തിയില്ല എൻ്റെ നോട്ടത്തിൽ കേട്ടോ. സംഭവം നല്ല വൃത്തിയായിട്ടും അടിപൊളിയായിട്ടും ഒരു പുതുമയുള്ള ഒരു സബ്ജക്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ നോക്കുമ്പോൾ മോശം എന്ന് പറയാൻ പറ്റൂല. പക്ഷേ ചിരിച്ച് തമാശകൾ അവിടെ എവിടെയും കുറഞ്ഞു പോയി. അത് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നമുക്ക് നന്നാക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. അപ്പൊ നമുക്ക് ഇനി നേരെ മാർക്സിലേക്ക് പോവാം. ജഡ്ജ്മെന്റ്സ് എല്ലാം കേട്ടു. നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു 13,000 രൂപ കൊടുക്കും. ഓക്കെ, 13,000 രൂപ. ഇക്ക? ഞാനൊരു 12. ഓക്കെ, 13ഉം 12ഉം അങ്ങനെ 25,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ മൊത്തത്തിൽ. ഇനി അവസാനം എത്രയാണ് എന്ന് പ്രചോദേട്ടന്റെ കൈകളിലാണ്. ചേട്ടാ, അപ്പൊ എന്തായാലും ഹൗസ് വാമിംഗ് ആണ്. അതെ. നമ്മുടെ വക ഐറ്റവരുടെ വക അങ്ങോട്ട് പാത്രമൊക്കെ വാങ്ങാനുണ്ട്. 70,000 രൂപ. വെരി ഗുഡ്. 70,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ബോംബെയിലെ പെങ്ങളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണ്ട. പോയി വാങ്ങിച്ചോ, എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ വാങ്ങിച്ചോ കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.
ഇനിയും കാണാം കേട്ടോ ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായി ഒരു കിടിലൻ സ്കിറ്റുമായിട്ട് വരുന്നു ബിനുരാജ് ചേട്ടൻ, വിനോദേട്ടൻ ആൻഡ് ചിത്തൻ ചേട്ടൻ. അടിപൊളി. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. ആരാണിത്? ഹലോ ഹലോ പറയടാ. അളിയാ, നീ ഞായറാഴ്ചയായിട്ട് എവിടെ? നിന്നെ രാവിലെ കണ്ടില്ല, വൈകുന്നേരം ആയില്ലേ, ഇറങ്ങി വരുന്നില്ലയോ? എടാ ഇന്ന് ഓർമ്മ ദിവസമല്ലേടാ, എങ്ങനെ വരുവടാ? അതാ അനുഭവം ഒരു ദിവസം മരുന്നെടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അടിക്കണ്ടേ? എടാ നിങ്ങൾ അടിച്ചോടാ, എനിക്ക് ഇവിടെ അടിക്കാൻ സാധനമുണ്ട്, എനിക്ക് അടിക്കാതിരിക്കാം. അപ്പൊ നീ വരുന്നില്ല? നീ വെക്ക്, ഓർമ്മ ദിവസം. ശരിയല്ലേ? ഓക്കെ. ലോകത്ത് ഒരാൾക്കും ഈ ഗതിയുടെ വരത്തില്ല. ധ്യാനം പറ്റിപ്പോയി. അത് ശരി. നേരം വെളുത്ത് ഞാൻ ഇറച്ചി വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞ മനുഷ്യനാ ഈ വൈകുന്നേരം ആയപ്പോഴേ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഞായറാഴ്ച നിങ്ങൾ പോയി ഇച്ചിരി ഇറച്ചി മേടിച്ചിട്ട് വന്നോടെ നിങ്ങൾക്ക് വൈകുന്നേരമെങ്കിലും. എടി ആരെങ്കിലും ഓർമ്മ ദിവസമായിട്ട് വീട്ടിൽ ഇറച്ചി മീനും മേടിക്കുവാടി? ഓർമ്മ ദിവസം അതിനിവിടെ ആര് മരിച്ച്? ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ മനുഷ്യ? അന്ന് ഞാൻ മരിച്ചടി. ഈ അവസ്ഥ ലോകത്ത് ഒരുത്തനും കാണത്തില്ല. സ്വന്തം ഫോട്ടോയ്ക്ക് മാല വിട്ട് കാത്തിരിക്കുന്ന അന്ന് ഞാൻ മരിച്ചടി. ഞാൻ ഒരു കാര്യം പറയാം. ഈ ത്രിസന്ധ്യ നേരത്തെ എന്റെ വായിരിക്കുന്ന കേക്കല്ലേ നിങ്ങൾ കേട്ടല്ലേ? എടി നിനക്ക് ത്രിസന്ധ്യ ഉണ്ട്, ത്രിസുച്ചുണ്ട്, രാവിലെ ഉണ്ട്. എടി എനിക്ക് ഇതൊന്നും ഇല്ലടി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ കെട്ടി എന്നെടുത്തോ അന്ന് ഞാൻ തീർന്നടി. അന്ന് തീർന്നു ഞാൻ. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ സ്നേഹിക്കും. നീ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടോടി? നിങ്ങൾക്ക് വെച്ചോളമ്പി തരുന്നത് ഞാൻ. വെച്ച് വിളമ്പി തരുന്ന കാര്യമൊന്നും പറയല്ലേ. നീ ഒരു കാപ്പി എനിക്ക് തന്നിട്ടുണ്ടോ? എന്റെ ദൈവമേ, ഇങ്ങനെ പറയുന്ന കേട്ടോ. നിങ്ങൾക്ക് ഒരു സാധനം തരാതെ ഞാൻ ജലപാനം ചെയ്യത്തില്ല, അറിയോ? ഇടി ഇവിടെ കേബിളിൽ പിരിക്കാൻ വരുന്നവനല്ലേ അവൻ? ആര്? ജയപാലൻ. ജലപാലനല്ല, ജലപാനം. ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു ഭാഗം തരത്തില്ലെന്ന് നിങ്ങൾ കേൾക്കണം. രാവിലെ 7 മണിയാകുമ്പോ ഇങ്ങനെ കാപ്പി കുടിക്കണം. കാപ്പിക്ക് പുട്ട് തന്നെ മതി. പയറ്, പപ്പടം, ഇതിന്റെ കൂടെ ഈ നീളത്തിൽ ഒരു പഴം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങും. 7 മണിയാകുമ്പോ ഞാൻ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ട് വെക്കും. 7:30 ഞെരി വരത്തില്ല. 8 മണിയാവും, ഞെരി വരത്തില്ല. 9 മണിയാവും. ആ ആഹാരം അവിടെ ഇരിക്കുന്ന കാണുമ്പോ ഉണ്ടല്ലോ എന്റെ അടിവയറ്റിൽ നിന്ന് ഒരു അന്താളിപ്പ ഞാനെടുത്ത് കഴിക്കും. എന്റെ ശരീരം എനിക്ക് നോക്കണ്ടേ? ഉച്ചക്ക് ഊണ് എന്റെ ശൈല ചേച്ചി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കെട്ടിയോൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കല്ല. നേരത്തെ ചോറ്, അതിൻ്റെ കൂടെ 4 കൂട്ടം കറി വേണം. പറഞ്ഞാൽ അനുസരണയുള്ള മോരുകറിയും. ഒഴിച്ചാ അവിടെ നിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. എന്നിട്ട് മീൻകറി. ചേച്ചി നിങ്ങൾ വെക്കുന്ന പോലല്ല മീൻകറി വെക്കേണ്ടത്. കുടംപുളിയിട്ട് പറ്റിച്ചു വെച്ചെങ്കിൽ എങ്ങനെ ഇറങ്ങത്തുള്ളത്. ആ മനുഷ്യനായി ഇത് പറയുന്നത്. എനിക്ക് കേൾക്കണം ഇത്, ഞാൻ കേൾക്കണം. നിങ്ങൾക്കറിയാവോ എന്തോരം കല്യാണാലോചന എനിക്ക് വന്നെന്ന്? നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞേ? മൂക്കുമുട്ട തിന്നിട്ട് ഇങ്ങനെ പറയരുത് കേട്ടോ. കണ്ടാ അങ്ങനെ ഒരു സാധനം ഇന്ന് വരെ എനിക്ക് തന്നിട്ടില്ല ഇവള്. ഒറ്റക്ക് മുഴുങ്ങി തിന്നും. എന്തൊരു സാധനം? ഇപ്പൊ പറഞ്ഞില്ലേ മൂക്കുമുട്ട? മൂക്കുമുട്ടയല്ല, മൂക്കുമുട്ട ചള്ള പൊളക്ക തിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയരുത് കേട്ടോ മനുഷ്യ. എടി ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ വാടക ഇനത്തിൽ അടി കഴിക്കുന്നത്. എന്തോത്തിന്റെ വാടക? നീ തൊഴിലുറപ്പ് പറഞ്ഞ് പോവുക? ഞാൻ പോവും. ഫുൾ കൈ ഷർട്ട് ഇട്ടോണ്ട് ഇറങ്ങും ഇവിടുന്ന്. 2999 രൂപ ലിമന്റെ ഷർട്ട്. അതിന്റെ വാടകക്കാടി ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എവന്റെ ഷർട്ട് ആണെങ്കിലും ശരി തന്നെ. ഞാൻ അത് ഇട്ടോണ്ട് ഇവിടെ തൊഴിലുറപ്പിന് ഇറങ്ങി പോന്നോണ്ട് ഇവിടെ ഈ വീട്ടിൽ അടുപ്പ് പുകയുന്നു. ഇല്ലെങ്കിൽ അടുപ്പിൽ പൂച്ച വെച്ച് കിടന്നേനെ. അറിയാമോ നിങ്ങൾക്ക്? ഞാൻ ഇതിനൊരു ബൈക്ക് കൗണ്ടർ പറഞ്ഞാൽ പറയും പഴയത് കൊണ്ടുവന്ന് അടിച്ചത്. എന്റെ തലയിലൊക്കല്ലേ ഞാനിത് കേൾക്കണ്ടവളാ. എനിക്കിത് കേൾക്കണം. ഇങ്ങനെ സ്നേഹിച്ച് ഞാൻ ഇങ്ങനെ കൂടെ ഇറങ്ങി വന്ന 6 വർഷം മുമ്പ് എന്തോരം കല്യാണാലോചന എനിക്ക് വന്നെന്നറിയാമോ? ഡോക്ടർ, വക്കീല്, പോലീസ്, എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആലോചന എനിക്ക് വന്നെന്നറിയോ? കിട്ടിയതോ ഇതിനെ? എനിക്ക് അറിയാൻ മേത്ത കാര്യം ചോദിക്കുക. ഈ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് എല്ലാം ഒരുത്തൻ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. കല്യാണം കഴിച്ച 1 മാസം കഴിയുമ്പോ പറയും എന്നെക്കായി നിങ്ങളെക്കായി വലിയ ഡോക്ടർ, എഞ്ചിനീയർ ആവോടെ അമ്മയുടെ തല. ഞാൻ പറഞ്ഞതാണ് കുറ്റം. എനിക്കൊരു മൃഗ ഡോക്ടർ ആലോചന വന്ന് എല്ലാം ഉറച്ചതാ. നിന്റെ സ്വഭാവത്തിന് മൃഗ ഡോക്ടർ ആയിരുന്നു നല്ലത്. എനിക്കറിയാം മനുഷ്യൻ, നിങ്ങൾക്ക് എന്റെ കൂടെ ഒരു സ്നേഹവും ഇല്ല കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു ഈ മനുഷ്യൻ. എന്നെ കെട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് തേനെ, പാലേ, ചക്കരയെന്നൊക്കെ വിളിക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ ഉറക്കൊഴിഞ്ഞപ്പോ എന്നെ കാണാനില്ലെന്നും പറഞ്ഞും കൊണ്ട് താലൂക്ക് ഓഫീസിൽ പോയി തുളസിദാസിന് പരാതി കൊടുത്ത മനുഷ്യനെ
താലൂക്ക് ഓഫീസിൽ തുളസീദാസിന്. തുളസീദാസല്ലടി, രവീന്ദ്രൻ മാഷ്. എടീ തഹസിൽദാർ. ആയിക്കോട്ടെ, ഒരാളെ കാണാനില്ലെങ്കിൽ തഹസീൽദാർക്കാണോ പരാതി കൊടുക്കട്ടെ? പോലീസ് സ്റ്റേഷനിലല്ലേ കൊണ്ടൊന്ന് പരാതി കൊടുക്കേണ്ടത്? അയ്യോ അവനെ സിംഹമേ, ആ ഡയലോഗും കൂടെ അങ്ങ് പറ. ഇവളെ കണ്ടില്ല എനിക്ക് വിഷമോ. ഒരു ദിവസം ഇവള് കിടക്കപ്പായി എഴുന്നേറ്റപ്പോ കണ്ടില്ല. അപ്പുറത്തെ റൂമിൽ പോയി നോക്കി, കണ്ടില്ല. എല്ലായിടത്തും നോക്കി, കണ്ടില്ല. വിഷമം കൊണ്ടല്ലെന്ന്, ഇവിടെ കാണാത്ത പുല്ല് കാണാതെ ഞാൻ സന്തോഷം കൊണ്ട് ഇവിടെ ചെന്ന് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ കയറി പറഞ്ഞ വില്ലേജ് നിങ്ങൾക്ക് മാറിപ്പോയതാ. എടാ അലപ്പറയാന്ന്, അലപ്പറ. ഈ അലപ്പറ കാരണം ഞാൻ പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയി. ഞാൻ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് കാലെടുത്ത് പൊക്കി വെച്ചപ്പോ ഒരു ഫോൺ കോള്. വേട്ടാ എവിടെ നിക്കണ്? ഞാൻ പറയാം പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ പോണെന്ന്. ഇപ്പോൾ എടുത്തു വായിക്കാൻ പറഞ്ഞെന്താണെന്നറിയാവാ? നിങ്ങൾ ചാടി ചാകണേ കത്തോ, പക്ഷെ വരുമ്പോ 1 കിലോ പുഴമീൻ കൊണ്ടുവരണമെന്ന്. അത്ര വൃത്തികെട്ടുള്ള എങ്ങനെ പറയാതിരിക്കും? ഇങ്ങേര് പണിക്ക് പോയി 10 രൂപ കൊടുത്ത് മീൻ വാങ്ങിച്ചോണ്ടൊന്ന് കൂട്ടാന്നുള്ള ഒരു കൊതും എനിക്കില്ല. കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ പണിക്ക് പോകത്തില്ല. 24 മണിക്കൂർ നിങ്ങൾ ഈ പെരെ കയറിയിരിക്കുന്നത്. നിങ്ങൾ ജോലിക്ക് പോയാൽ ഇവിടുത്തെ പകുതി പ്രശ്നം തീരും. നിന്റെ ഈ അലപ്പ്, ഇവിടെ ഈ അലപ്പുണ്ടല്ലേ, ഈ കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന മിഷൻ കണ്ടിട്ടുണ്ടോ? രാവിലെ 7 മണിയാകുമ്പോൾ ഓണാക്കും. അതുപോലെ തന്നെ വൈകുന്നേരം വരെ ഈ അലപ്പ് കാരണം ഒരു ദിവസം ഞാൻ പണിക്ക് പോയി. ഞാൻ പണിക്ക് പോയപ്പോ അവിടെ സൈറ്റിൽ ചെന്ന് നിൽക്കുക. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വീണ്ടും വിളി, എവിടെ നിൽക്കണ്? ഞാൻ പറയും സൈറ്റിൽ പണിക്ക് ഇരിക്കുന്നു. എന്തിനടി വിളിച്ചത്? അല്ല നമ്മുടെ വടക്കയല്ലേ സുഷമ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അത് നിങ്ങളോടാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. ഈ വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാമോ? വിശ്വസിക്കത്തില്ല. ഞാൻ ആ സൈസ് വേല ഇങ്ങനെ എന്റെ അടുത്ത് കാണിക്കും. ഇവിടെ നിന്നോട്ട് നിങ്ങളുടെ അടുത്ത് കുണുകുണാന്ന് വർത്താനം പറഞ്ഞോണ്ടിരുന്നാലേ രാത്രി എന്റെ വയറ്റിലോട്ട് വല്ലതും പോകത്തില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. നീ ഉണ്ടാക്ക, നീ പോ, നീ അനുഭവിക്കണം നീ. അല്ലെങ്കിലും വേറൊരു കാര്യമുണ്ട്. ശരിക്കും കുടുംബത്തിനെന്ന് പറഞ്ഞ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കണം. പക്ഷേ എൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. അവളൊന്ന് പറയുമ്പോൾ ഞാൻ 2 പറയും. പറയരുതായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ദൈവമേ, നിങ്ങൾ കേൾക്കണം. ഞാൻ അടുക്കളയിൽ ഇച്ചിരി ഉണക്കൊഞ്ചിരുന്നത് ചമ്മന്തി അരക്കാൻ ചെന്നിരുന്നപ്പോ ഇങ്ങനെ എന്റെ പുറകെ കൂടെ വന്ന് എന്റെ നീ ആവശ്യമില്ലാത്ത പറയട്ടെ, നാട്ടുകാർ അറിയണം. അറിയട്ടെന്ന് എന്റെ തോളി പിടിച്ച് തിരിച്ചു എന്നെ പിടിച്ച് തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് ചോദിക്കുവാണ്, 1000 രൂപ ഇങ്ങ് തരാൻ. ജോലിക്കും വിലക്ക് പോകും. ഇങ്ങനത്തെ വെച്ചേക്കുന്ന ഇവിടെ പൈസ എന്റെ അടുത്ത് 1000 രൂപ നിങ്ങൾ പണിക്ക് പോകണം. എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ നിങ്ങൾ ആലോചിച്ചില്ലേ എനിക്ക് ചെലവിന് പറഞ്ഞോ? കെട്ടിയ കാര്യം പറയല്ലേ? കെട്ടിയ കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇവളെ പ്രേമിച്ച കല്യാണം കഴിച്ചത്. ഇവിടെ വീട്ടിൽ ഞാൻ വിളിച്ചിറക്കാൻ വേണ്ടി ചെന്നിട്ട് നിന്റെ ഒരു അനിയനുണ്ടല്ലേടി? എന്റെ അനിയൻ ഉണ്ണിക്കുട്ടനല്ല, പന്നിക്കുട്ടനാണ്. അവൻ ആ കിടന്ന തെങ്ങും കുറ്റിയെ കയറി നിന്നിട്ട് എന്റെ കവാലം അടിച്ചു പൊളിച്ച്. അവനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോയി. അപ്പൊ നാട്ടുകാരും ഇവള് വടക്കം പറഞ്ഞു അവൻ മൈനറാണെന്ന്. അവൻ മാത്രമല്ല മൈനർ, നിനക്കൊരു മൂത്ത ചേട്ടനില്ലേ അവൻ ലോക മൈനർ. നിന്റെ അച്ഛനില്ലേ ഭൂലോക മൈനർ. നിന്റെ വീട്ടുകാരില്ലേ കുടുംബം മൊത്തം മൈനർ. ആ മൈനർ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച ഞാൻ ഇപ്പൊ മൈനറാണോ ഒരു സംശയം. അവനാ മൈനർ ആയതുകൊണ്ടല്ലേ എന്നെ അടിച്ചവൻ. എന്റെ പൊന്നു മനുഷ്യ, ഈ മൈനർ എന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? 18 വയസ്സിന് താഴെയുള്ള ഒരു പ്രായപൂർത്തിയാകാത്തവരെ നിന്റെ പണി നോക്കി വല്ല പോകാൻ നോക്കി. ആരോ നിങ്ങളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തത്. മറ്റേ എത്ര സ്നേഹമായിരുന്നെന്ന് അറിയാം എന്റെ അടുത്ത്. എനിക്ക് സ്നേഹമില്ലെന്നാ? നിങ്ങൾക്ക് ശകലം പോലും എന്നോട് സ്നേഹമില്ല. എന്റെ എല്ലാമായിരുന്നു മേഴ്സി. എന്റെ അമ്മയായിരുന്നു മേഴ്സി, എന്റെ പെങ്ങായിരുന്നു മേഴ്സി, എനിക്കെല്ലാമായിരുന്നു മേഴ്സി. അത് പറ. ഇത് നിങ്ങളുടെ വായിന്ന് വീഴാൻ വേണ്ടി ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചേ. ഏതോ ഒരു മേഴ്സിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. അത് മമ്മൂട്ടിയുടെ മേഴ്സിയാ. മമ്മൂട്ടിയുടെ മേഴ്സി നിങ്ങൾ തമ്മിൽ എന്തോ ഇറക്കൂടെ. ഈ കൂട്ടിയും ഇറങ്ങിക്കൊണ്ടും ഞാൻ ഇനി എങ്ങോട്ട് പോകും? എന്റെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്നേഹിച്ചിറങ്ങി വന്നോട്ട് ഞാൻ ഇവിടെ കിടന്ന് നരയെ ചെല്ലി പറ്റൂ. നിങ്ങൾ ആരെ കൂടെ വേണോ പോയി ജീവിച്ചു. എനിക്ക് നേരമ്പളത്തെ തൊഴിലുറപ്പിന് പോയെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം. എന്റെ 7 അയലത്ത് വന്നു പോരും നിങ്ങൾ മേഴ്സി പോലും. നമുക്ക് കിടക്കാം.
ഇറങ്ങിക്കൊള്ളാം ഇവിടുന്ന്. നിങ്ങൾ മേശയിലൂടെ പോയി കിടന്നാൽ മതി. അതിന് അനുഭവിക്കണം. എന്റെ തമ്പുരാനെ ഒന്ന് പറഞ്ഞു കരയാൻ എനിക്കൊരു കുഞ്ഞിക്കാല് പോലും ഇല്ലല്ലോ ദൈവമേ. എങ്ങനെ കുഞ്ഞിക്കാരുണ്ടാകും? ഇതല്ലേ സ്വഭാവം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സ്നേഹത്തോടെ സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടന്നാൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പകല് മൊത്തം പഴക്കൂടിയിട്ട് രാത്രി ചൊറിയാൻ വന്നേക്കുന്ന വായി വരുന്ന വല്ല വിളിച്ച് പറയും ഞാൻ കേട്ടല്ലേ. നിങ്ങൾക്ക് എത്തത്തില്ല സുഖം പറ്റാ. നിങ്ങൾ പോയി മേശയോടെ പോയി കിടന്നു. അവിടുന്ന് കുട്ടികളുണ്ടോ മനുഷ്യൻ ശല്യം. കാര്യം ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇവിടെ ആരുമില്ല. ഇവിടെ കയറി ഇന്ന് മോഷ്ടിച്ച എല്ലാ സാധനം പൊക്കിയെടുക്ക. ഉള്ള സാധനം പടിയായിട്ട് ഫോട്ടോ ഇട്ടിരിക്കുകയാണ് ഇവിടെ. എന്തോ ഇവിടെ സംഭവിക്കും നോക്കട്ടെ. ഇന്ന് ഞാൻ ഇവിടുന്ന് എല്ലാ സാധനം അടിച്ചു മാറ്റിയിട്ടുള്ള കളിയേ ഉള്ളു. രാത്രി കള്ളന്മാർക്കൊക്കെ പേടിയോ? എന്താ കാര്യം പറ. അണക്കറുണ്ടോ? അണക്കറുണ്ടെങ്കിൽ മുട്ടയെ പിടിച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി. അതെനിക്ക് മനസ്സിലായി. അണപ്പ് മാറും. നീ ആരാന്ന് പറയടാ. ഈ മുട്ടയെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ അണപ്പ് മാറുമെന്ന് പറഞ്ഞില്ലേ? ആളാ ഞാൻ. ഞാനൊരു കാര്യം പറയും. ഈ പാതിരാത്രി എന്താണ് ഈ വീട്ടിൽ കാര്യം? നീ മോട്ടിക്കാൻ വന്നല്ലടാ നീ. എടാ നീ എവിടുന്ന് വരുന്നെന്ന് പറയാൻ കിട്ടുന്നില്ലല്ലേ ഡയലോഗ്. ഇങ്ങനെ ഒന്നുകൂടെ വെച്ചിട്ട് ആലോചിച്ച് നോക്ക്. എടാ നീ എവിടുന്ന് വരുന്നു പറയാൻ. കല്യാണം വിളിക്കാൻ വന്നതാണ്. ഹേ, കല്യാണം വിളിക്കാൻ ഞാനും നീട്ടൊരു ബന്ധമില്ലല്ലോ. ഈ പാതിരാത്രിക്കാണ് കല്യാണം വിളിക്കാൻ വരുന്നത്. ബന്ധുക്കാരെ എന്തിനു വിളിക്കണം? ബന്ധുക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് എത്ര ഡബറി കിട്ടി, നിനക്ക് എത്ര ചോറ്റുപാത്രം കിട്ടി എന്നൊക്കെ ചോദിക്കും. ഇതാകുമ്പോ പരിചയമില്ലാത്തവരെ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് തിന്ന് എന്തെങ്കിലും തന്നിട്ട് അങ്ങോട്ട് പോയിക്കോളൂ. നീ എവിടുന്ന് വരുന്നെന്ന് പറയാം. എനിക്ക് നിന്നെ ഇവിടെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിന്നെ പടത്തിന്റെ അപ്പുറത്ത് നിന്ന് നീ കൂടുതൽ വിളച്ചിൽ കാണിക്കരുത് എന്റെ അടുത്ത്. ഒരു കാര്യം, ഞാനിവിടെ പെട്ടു നിൽക്കാണ്. എന്താണ് ഈ ഒരു കാര്യമുണ്ട്. നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? രക്ഷപ്പെടണം. നീ എന്നെ ഒന്ന് സഹായിച്ചാൽ നിന്നെ പോലീസിൽ കൊടുക്കാൻ ഞാൻ രക്ഷപ്പെടുത്താം. എങ്ങനെ രക്ഷപ്പെടുത്താന്ന്? ഞാനും ഇവിടെ അതിനകത്ത് എന്റെ പെണ്ണുമ്പിള്ള കിടപ്പുണ്ട്. എടാ ഞാനും പെണ്ണുമ്പിള്ളയാട്ടി ഞാനും എന്റെ എല്ലാവരും അങ്ങനെയാണെന്നേ. ഞാനും പെണ്ണുമ്പിള്ളേട്ടാ. ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ലെന്ന്, അനുസരിക്കത്തില്ലെന്ന്. അത് നിങ്ങൾ പറയേണ്ട രീതി പറയണം, എന്നെങ്കിലും അവരനുസരിക്കും. രാവിലെ തൊട്ട് ഇപ്പൊ വഴക്കുണ്ടാക്കിയിട്ട് മാറി അവളവിടെ കിടക്കണം. നീ ഒരു കാര്യം ചെയ്ത് നീ അവളെ ചെന്നൊന്ന് പേടിപ്പിക്കണം. നീ ഒന്ന് പേടിപ്പിച്ചിട്ട് അവള് പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേന് അവള് കാണുമല്ലോ. അവള് കാണുമ്പോഴത്തേന് ചാടി എഴുന്നേറ്റ് വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വന്ന് നിന്റെ കവാലം അടിച്ച് പൊളിക്കും. അത് കണ്ടിട്ട് അവള് എന്ത് ചെയ്യും? ഞാൻ രക്ഷിച്ചെന്ന് പറഞ്ഞ് എന്നിട്ട് ഒന്ന് പേടിപ്പിച്ചാ മതി. എന്തിനാണ് എന്റെ പുറകെ പറയണത്? എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതാ പിന്നെ എന്തിനാണ് എന്റെ അകത്തേക്ക് വിളിച്ചു? പോലീസിൽ പോണാതെ നിനക്ക് പോ. പിടിച്ചത് ഞാനാണെന്ന് പറയാം. എന്നെ വേണ്ട പോലീസിനെ ഞാൻ വിളിക്കാം. പറയില്ല. ഞാനാണ് സത്യം പറ. സത്യം ഞാൻ നാട്ടുകാരെ വിളിച്ചോട്ടും. സത്യം പറ. എന്തിനാ ഇവിടെ വന്ന? ഒരാളെ കൊല്ലാൻ വന്ന. കൊല്ലാനാ? ആരെ കൊല്ലാൻ? എന്റെ ചേട്ടനെ. എന്റെ പൊട്ടി സഹോദരാ, കൊല്ലരുത്. എന്റെ ലോകമായി മനുഷ്യൻ എന്ന് പറയുന്നത് കൊല്ലരുത്. ദയവ് ചെയ്ത് എന്നെ വെള്ളസാരി ഉടുപ്പിക്കരുത്. വെള്ളസാരി ഉടുത്തണ്ട. വെള്ളസാരി ഉടുത്ത എനിക്ക് ചേർത്തില്ല. അതുമല്ലാതെ ഒരു പ്രാവശ്യം കൊടുത്ത പിന്നെ കഴിവിട്ട് കൊടുക്കാൻ പറ്റാതെ ദയവ് ചെയ്ത് വെള്ളസാരി ഉടുക്കരുത്. എന്ത് വേണോ തരാം. എന്റെ ചേട്ടനൊന്നും ചെയ്യരുത്. എനിക്ക് ഏറ്റവും വിലപിടിപ്പെട്ട എന്താ കൊണ്ടുവന്നാലും ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത്. എനിക്കിവിടെ ഏറ്റവും വിലപ്പെട്ടത് എന്റെ ചേട്ടനാ. അതിന് വിലയുണ്ടെന്ന് പറഞ്ഞാൽ വിട്ടുകളാ.
അതൊന്നും വിലയില്ലാത്ത സാധനം. വേറെ എന്തുണ്ട് ഇവിടെ? വേറെ ഇപ്പൊ വില പിടിപ്പുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങേര് എന്റെ കഴുത്തിൽ കെട്ടിയ ഒരു താലിമാലയുണ്ട്. മതി. അതില്ലല്ലോ. അത് ഞാൻ പേടിച്ച് ഒളിച്ചു വെച്ചത്. കൊണ്ടുപോവാ ഇവിടെ. ഞാൻ കൊണ്ടുതരാം. ഇവിടെ കൊണ്ടുപോവാ. എനിക്ക് അങ്ങനെ ജീവനോട് വന്നാൽ മതി. ഇവിടെ ഇപ്പൊ കൊണ്ടുപോവാ. ഇവിടെ കൊണ്ടുപോകുന്നെങ്കിൽ തീരുള്ളൂ. എന്റെ ചേട്ടനൊന്നും വരുത്തല്ലേ. നിന്നെ തല്ലിക്കൊല്ലാൻ ആളില്ല കേട്ടാ. ഇവിടെ ഇത്ര പെണ്ണിനെ എന്നാടാ നീ നീ ഉദ്ദേശിക്കുന്ന നിന്റെ സ്വഭാവം വെച്ചാണ് അവളെ ചീത്ത വിളിക്കുന്നത്. ഇതുപോലെ ഇതാണല്ലേ ഞാൻ കെട്ടിയ താലി. ഇതാണ് താലിയല്ലേ നീ കെട്ടിയ? രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. കണ്ണടച്ച്. എന്റെ ചേട്ടനൊന്നും ഇല്ല കണ്ണടച്ച് പ്രാർത്ഥിച്ച് നല്ല ജീവിതം ഉണ്ടാവാൻ നോക്കട്ടെ. നല്ല ജീവിതം ഉണ്ടാവാൻ പറ കേട്ടാ. എന്റെ ചേട്ടനൊന്നും വരത്തില്ലേ. അയ്യോ കണ്ണൂർക്ക് പിടി. ഇതല്ലേ താലി? ഇവന്റെ കൂടെ താലി കെട്ടറാ. അതിന് അവള് സമ്മതിച്ചില്ലല്ലോ. ആ മനസ്സ് പറയുന്ന എനിക്ക് കേൾക്കാം. കേട്ടറാ താലി. ടൈമിങ് തെറ്റിപ്പോയതാ. സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഒരു രണ്ടിനെയും വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ല. കൈ കൊടുത്തേ രണ്ടുപേരും കൈ കൊടുത്തേ. ആ ഇനി കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്ക്. രണ്ടുപേരും പ്രാർത്ഥിക്ക്. ദൈവമേ ഈ സമയത്ത് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അകത്താകും. കണ്ണു പറഞ്ഞേ. അയ്യോ ഇവിടെ ചേട്ടാ അത് ആളൊന്നുമല്ല. പിന്നെ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാ. ചേട്ടാ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ ചേട്ടാ. പെട്ടെന്ന് തപ്പിയാനായിരായി. എന്റെ ചേട്ടാ ഞാൻ കെട്ടിയ താലി എന്തേ? കഴുത്തി കിടക്കുന്നു. അതല്ലല്ലോ ഞാൻ കെട്ടിയ താലി. ആര് പറഞ്ഞു? ഇതാ നിങ്ങൾ എന്റെ കഴുത്തി കെട്ടിയ നല്ല ഒറിജിനൽ 916 താലി. എടി ഇതല്ലടി 916 താലി. നമ്മളെ രണ്ടുപേരെയും കൂടെ ഇവിടെ നിർത്തി കവളിപ്പിച്ചോണ്ട് നിന്റെ ഒറിജിനൽ 916 അടിച്ചോണ്ട് പോയ അവനാണ് ഒറിജിനൽ 916 കള്ളൻ. പെർഫോമൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി നേരെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടാ. നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടാ. ചിത്താൻ അടിപൊളിയായിരുന്നു കേട്ടാ. അടിപൊളി എന്ന് പറഞ്ഞാല് ഒരു ഫസ്റ്റ് ഹാഫ് വരെ നിങ്ങൾ രണ്ടുപേരും കിടിലോസ്കി ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര സ്പീഡും ഉണ്ടായിരുന്നു. അത് തന്നെയല്ല ഒരു വെറൈറ്റി കണ്ടന്റും ആയിരുന്നു. കാരണം നമ്മുടെ കുടുംബ വഴക്ക് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ടായിരുന്നു. സ്വയം ഒരു ഫോട്ടോ ഉണ്ടാക്കി വെച്ച് അതുമ്മ മാല ചാർത്തിയിട്ട് ഈ കല്യാണ ദിവസം അന്ന് നമ്മുടെ മരിച്ച ദിവസം എന്നും പറഞ്ഞ് ആചരിക്കുന്ന ഒരു സംഭവം അത് കിടിലനായിരുന്നു. ആ വിനോദിൻ്റെയും പിന്നെ ജിത്തൻ്റെയും ഇടയിലുള്ള എനിക്ക് തോന്നുന്നു റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് വരെ എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് നല്ല ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ രണ്ടുപേരും ആ കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. അകത്ത് വന്ന് തൊടുന്നതും അതുപോലെ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നതും കുറേ കൗണ്ടറുകൾ അതിനകത്തുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിട്ട് ഇങ്ങനെ വന്ന സ്കിറ്റ് നടുക്കൊന്ന് വലിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ല രസമായിരുന്നു. കക്കാമന്നതും കല്യാണം നടത്തുന്നതും രക്ഷപ്പെട്ടു പോകുന്നതും പിന്നെ അത് കൃഷ്ണനായി മാറുന്നതും ദൈവമൊക്കെയായി മാറുന്ന സാധനമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് വിനോദ് കുറച്ചും കൂടി എന്താണ് ഈ ഒരു കള്ളൻ്റെ വേഷം ചിലപ്പോൾ ഒരു പുതുമ കണ്ടെത്തിയായിരിക്കും വൈറ്റ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് എന്താണ് പറഞ്ഞാൽ അങ്ങോട്ട് കള്ളനോട് അങ്ങോട്ട് ഇടുകിച്ച് തരാനായിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ദിലീപേട്ടനൊക്കെ ചെയ്തിട്ട് മീശമാതനിലേക്ക് പോലെ നമുക്കൊരു പെട്ടെന്ന് ചിരിക്കാൻ പറ്റും. നമുക്ക് ഇതിപ്പോൾ കല്യാണം വിളിക്കാൻ വരുന്ന പോലെയൊക്കെ തന്നെ ആയിരുന്നത്. വെള്ള ഷർട്ടും അല്ല നല്ല കളർഫുൾ ഷർട്ടും അതുപോലെ നല്ല കരയുള്ള വെള്ളമുണ്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ പുതുമ ഉണ്ടാവണം. അത് വേണമെന്നല്ല പറയണത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി വലിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിൽ അതും പുറകോട്ട് വലിഞ്ഞു പോകും. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് കാണാനുള്ളൂ. ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. ക്ലൈമാക്സ് അടിച്ച് നിർത്തിയതും നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി. ഓക്കെ, താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. നസീർക്ക കുഴപ്പമില്ലായിരുന്നു. ചില സമയങ്ങളിൽ ബിൻരാജിൻ്റെ ചില ക്യാരക്ടറുകൾ വന്നു വിട്ടാൽ ബിൻരാജ് അത് ഗംഭീരമായിട്ട് കലക്കും കേട്ടോ. ബിൻരാജ് ഇത് അടിപൊളിയായിട്ട് കലക്കി. ഫീമെയിലായിട്ട് നല്ല രസമായിട്ട് ചെയ്തു. അതിനൊപ്പിച്ച് തന്നെ നമ്മുടെ ചിത്തം നിൽക്കുകയും ചെയ്തു കേട്ടോ. രണ്ടുപേരും കൂടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, അതിന് മേളിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് കളിച്ചൊപ്പിച്ച് വെച്ച്. കാര്യം ഫില്ലിംഗ് ആയിരുന്നു എല്ലാ ഭാഗങ്ങളും. തൈക്കാട്ടുശ്ശേരി വന്നതിന് ശേഷം ഉണ്ടായത് അതിൻ്റെ അകത്ത് കൗണ്ടറുകളുടെ കുറവ് കാണാം. കൗണ്ടർ കുറഞ്ഞു പോയത് കൊണ്ടാണ്. പിന്നെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി തമാശ ഉണ്ടായിരുന്ന നല്ല വെടിയും പുകയായിട്ട് അങ്ങ് നിന്നേനെ.
ആ ഒരു കുഴപ്പമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ അടിപൊളിയായിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തു. നമ്മുടെ ഈ ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ഒരു കുടുംബ വഴക്കിന് ഒരു ചെറിയ വേറൊരു മാറ്റം വെച്ചിട്ട് കുറേ കൗണ്ടറുകൾ. പിന്നെ ആ ഒരു സാധനം പുതിയായിരുന്നു. തൊഴിലുറപ്പിന് പോകുമ്പം ഫുൾ കൈ ഷർട്ട് എന്ന് പറയുന്നത് പൊതിയൊരു ഐറ്റം ആയിരുന്നു. എൻ്റെ കാഴ്ചപ്പാട് ഒരു പുതിയ ഐറ്റമാണ്. അങ്ങനെ ഇങ്ങനെ 1-2 ചില്ലറ അത് ഇതൊക്കെയുള്ള അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മറു കൗണ്ടർ അടിക്കാഞ്ഞത് ഭാഗ്യമായി കേട്ടോ, അല്ലക്കായി പോയി. എന്നാലും നന്നായി, അടിപൊളിയായിരുന്നു. വലിയ കുഴപ്പങ്ങളില്ലാതെ രക്ഷപ്പെട്ടു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പ്രജോദേട്ടാ. ചിത്ത, ബിൻരാജേ, വിനോദേ, നന്നായിരുന്നു കേട്ടോ. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. ചിത്തൻ അസാധ്യമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ഞാൻ വേറെ ഒന്നും കൊണ്ടില്ല, ഒരു ലൈഫ് കളി എന്ന് പറയും. അതുകൂടാതെ ബിൻരാജ് ബിൻരാജ് ഉഗ്രൻ ആർട്ടിസ്റ്റാണ് കേട്ടോ. കാരണം നിങ്ങൾ നല്ല ടൈമിങ്ങിൽ നിങ്ങൾ 2 പേരോട്, അതായത് ചില സാധനങ്ങളുണ്ട്, താലൂക്ക് ഓഫീസിൽ പോയി തുളസിദാസിന് പരാതി കൊടുക്കുന്ന സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ നല്ല ലെജിബിളായിട്ട് രജിസ്റ്റർ ചെയ്ത് പെർഫോം ചെയ്യുന്നുള്ളതാണ്. അതിനകത്ത് ചൂടാകേണ്ടടുത്ത് ചൂടാകുന്നു, തമ്മിൽ ദേഷ്യപ്പെടുന്നു. നല്ല രസമായിട്ട് ലൈവായിട്ട് നിങ്ങൾ പോകുന്നു. വിനോദ് വന്ന് ജോയിൻ ചെയ്യുന്നതിനകത്ത് എനിക്കൊന്ന് അവിടെ നിന്നുള്ളൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്തത്, ഈ വൈഫ് കിടന്നുറങ്ങി അവിടെ എന്തെങ്കിലും ഒരു സ്ലാപ്സ്റ്റിക് പരിപാടികൾ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ചിരി കിട്ടിയേനെ. കാര്യം മറ്റേ സംഭവം പറഞ്ഞ് എൻ്റെ ചേട്ടനൊന്നും ചെയ്യരുത് എന്ന് ബിൻരാജ് പറഞ്ഞ ഒരു സംഭവം സീരിയസ് ആയി പോയി. കാരണം ഒരു വൈഫിൻ്റെ സ്നേഹം കിട്ടുന്നു, അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ കോമഡി എല്ലാം മറന്ന് ഇതൊരു മെസ്സേജിലേക്ക് പോകുന്ന പോലെ ഒരു റൂട്ട് വന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അവിടെ വരെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് എല്ലാം നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു വിനോദ് വന്നതിന് ശേഷമുള്ള കുറച്ച് സാധനങ്ങൾ, കുറേ ഹ്യൂമർ സാധനങ്ങളൊന്ന് പ്ലാൻ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ബിജുക്കുണ്ടൻ നസറുക്കാൻ പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ലെവൽ വേറെ രീതിയിൽ നിന്നേന്നുള്ളതാണ്. നിങ്ങളുടെ കോമ്പിനേഷൻ കൊള്ളാം. 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ പൊളിക്കണം. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രൈസ് മണി എത്രയാണെന്ന് അറിയാം അല്ലേ? സ്റ്റാർട്ടിംഗ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടാ. ഞാനൊരു 10,000 രൂപ കൊടുക്കാം. ഓക്കെ, 10,000 രൂപ. പ്രജോദേട്ടാ? ഞാനൊരു 10,000 രൂപ കൊടുക്കും. 10,000, 20,000. ഇനി ഇക്ക? ബാക്കി ഇതാ. ഓക്കെ, 50,000 രൂപ സമ്മാനമായി നേടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ കറക്ഷൻസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. പഞ്ചടിക്കണം. ഓക്കെ, ബൈ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ചിരിച്ചില്ലേ എല്ലാരും? കാര്യക്കാരെ നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഡബിൾ ചിരിയുമായി, ട്രിപ്പിൾ ചിരിയുമായി നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, tata, love you, good night, bye. Flowers, comedy.